അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ക്രൈസ്തവ ലോകവുമായി നമ്മൾ നടത്തുന്ന ചർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നമുക്കറിയുന്നത് പോലെ ക്രൈസ്തവ വിശ്വാസവുമായി ബന്ധപ്പെട്ട അവരുടെ ത്രിയേകത്വ വിശ്വാസം, അതേപോലെ യേശു ദൈവമാണെന്നുള്ള കാഴ്ചപ്പാട്, യേശു ക്രിസ്തു ദൈവത്തിൻ്റെ അക്ഷരാർത്ഥത്തിലുള്ള പുത്രനാണ് അല്ലെങ്കിൽ അനാദിയിൽ ജനിച്ച പുത്രനാണ് എന്ന് തുടങ്ങിയിട്ടുള്ള ധാരാളം കാര്യങ്ങൾ നമുക്ക് വിയോജിപ്പുണ്ടെങ്കിലും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിശ്വാസത്തിലേക്ക് അവരെ നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് പൗലോസിൻ്റെ അധ്യാപനങ്ങൾ. നമ്മൾ ക്രൈസ്തവ ബൈബിൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, ഒരു ഭാഗം പഴയ നിയമമെന്നും ഒരു ഭാഗം പുതിയ നിയമമെന്നും പറയും. ഈ പഴയ നിയമം എന്ന് പറയുന്നത് മോശ പ്രവാചകനും അദ്ദേഹത്തിന് ശേഷം വന്ന പ്രവാചകന്മാരുടെയും ചരിത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഭാഗം. പിന്നീട് യേശു ക്രിസ്തുവിൻ്റെ ജീവിതവും അതിനുശേഷം നടന്ന അദ്ദേഹത്തിന് അനുയായികളുടെ സംഭവങ്ങളെല്ലാം കൂടെ ക്രോഡീകരിച്ചിരിക്കുന്ന ഭാഗമാണ് പുതിയ നിയമത്തിലുള്ളത്. ഈ പഴയ നിയമം എന്ന് ഇവർ മോശ പ്രവാചകൻ്റെ ആ നിയമങ്ങളെ വിളിക്കാൻ തന്നെ കാര്യം, അവർക്ക് ഇന്ന് അത് ബാധകമല്ല, അത് യേശുവിലൂടെ ആ നിയമങ്ങളൊക്കെ തന്നെ ഇവർക്ക് ബാധകമല്ലാതായി മാറിയിരിക്കുന്നു എന്ന പൗലോസിൻ്റെ അധ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. കാരണം ക്രൈസ്തവ ലോകം അപ്പോസ്തലനായി കാണുന്ന പൗലോസിൻ്റെ ലേഖനത്തിൽ വളരെ കൃത്യമായി അദ്ദേഹം വിവിധ ഭാഗങ്ങളായിട്ട് എഴുതിയിട്ടുള്ള കാര്യമാണ്, യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണം നടക്കുക വഴി ന്യായപ്രമാണം അനുസരിക്കുവാനുള്ള ദൈവജനത്തിൻ്റെ ബാധ്യത അത് ഒഴിവായി എന്നും ഇപ്പോൾ യേശു ക്രിസ്തു എൻ്റെ പാപം ഏറ്റെടുത്തുകൊണ്ട് കുരിശിൽ മരിച്ചു എന്ന് വിശ്വസിച്ചാൽ അവൻ രക്ഷപ്പെടും. അതുകൊണ്ട് നീതീകരണത്തിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ നീതീകരണം ലഭിക്കാൻ, രക്ഷപ്പെടുവാൻ അല്ലെങ്കിൽ നിത്യജീവൻ ലഭിക്കുവാൻ ഒന്നും തന്നെ ന്യായപ്രമാണ നിയമങ്ങൾ പാലിക്കേണ്ടതില്ല എന്നാണ് അവർ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ പൗലോസ്ലീഹയുടെ ലേഖനങ്ങളിൽ അദ്ദേഹം ന്യായപ്രമാണത്തെ ആദ്യ പാഠങ്ങളെന്നും അഥവാ ശിശുപാലകനെന്നും ഒക്കെയുള്ള അർത്ഥത്തിൽ അപൂർണമായ അല്ലെങ്കിൽ ഒരു തുടക്കകാലത്തേക്ക് മാത്രമുള്ള ഒരു താൽക്കാലിക നിയമമെന്ന് ആവർത്തിച്ച് അഭിസംബോധന ചെയ്യുന്നത് കാണാം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ക്രൈസ്തവ ലോകം പഴയ നിയമ ഭാഗത്തേക്ക് നോക്കുമ്പോൾ അവർക്ക് വിയോജിപ്പുള്ള ധാരാളം കാര്യങ്ങൾ അവിടെ യുദ്ധത്തിൻ്റെ കാര്യത്തിലായാലും അത് യുദ്ധത്തിൻ്റെ ഭാഗമായി വരുന്ന സമരാർജിത സമ്പത്തുകൾ പിടിച്ചെടുക്കുന്ന വിഷയത്തിലായാലും അതേപോലെ നീതിന്യായ വ്യവസ്ഥയുടെ ഭാഗമായിട്ട് കല്ലെറിഞ്ഞു കൊല്ലുന്നതോ അല്ലെങ്കിൽ വ്യഭിചാരത്തിൻ്റെ ശിക്ഷകളോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഇവർക്ക് പലപ്പോഴും അതിനോട് യോജിക്കാതായി വരികയും മുൻകാല പ്രവാചകന്മാരോ മോശ പ്രവാചകനോ അതേപോലെ തന്നെ ദൈവമാർഗത്തിൽ യുദ്ധം ചെയ്ത ആളുകളൊന്നും തന്നെ അവർ ചെയ്തത് ക്രൂരതയാണ്, അവർ യേശു ക്രിസ്തുവിൻ്റെ അടിസ്ഥാനത്തിൽ അവരെയൊക്കെ വിലയിരുത്തുമ്പോൾ അവരൊക്കെ മോശക്കാരാണ് എന്നുള്ള ചിന്താഗതി അവർ വെച്ച് പുലർത്തുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ അവരുമായി നടത്തിയിട്ടുള്ള ചർച്ചകൾ പലപ്പോഴും അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിക്കാൻ വേണ്ടി അവർ പറയുന്ന പല കാര്യങ്ങളും യഥാർത്ഥത്തിൽ അവരുടെ പഴയ നിയമ ഭാഗത്ത് തന്നെ കൃത്യമായി കിടക്കുന്നത് അവർക്കും അറിയാം, നമുക്കും അറിയാം. എങ്കിൽ പോലും അവർ ഇങ്ങനെ ഒരു വിമർശനം അവർക്ക് ഉന്നയിക്കാൻ കാര്യം അവരെ സംബന്ധിച്ചോളം യേശുക്രിസ്തു പഠിപ്പിച്ച ഏറ്റവും ഉന്നതമായ ഒരു ധാർമ്മിക സംസ്കാരത്തിന് നേരെ എതിരായിട്ടാണ് അവർ അവരുടെ പുസ്തകത്തിൽ തന്നെയുള്ള അവരുടെ ദൈവം പ്രവാചകന്മാരെ കൊണ്ട് ചെയ്യിപ്പിച്ച ആ ഭാഗത്തെ പോലും കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ മോശ പ്രവാചകനെ കുറിച്ചോ അല്ലെങ്കിൽ അബ്രഹാമിനെ കുറിച്ചിട്ടോ അതിനുശേഷം വന്ന ശമൂവേൽ പ്രവാചകനെ കുറിച്ചിട്ടോ ഒക്കെ അവരൊന്നും തന്നെ നമ്മൾ അത്രയും നല്ല ആളുകളല്ല എന്നുവരെ ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലാണ് ക്രൈസ്തവ ലോകമുള്ളത്. അപ്പോൾ സ്വാഭാവികമായും യേശുക്രിസ്തു ഇത്രയും ധാർമ്മികമായ ഒരു ഉയർന്ന കാര്യങ്ങൾ പഠിപ്പിച്ചിരിക്കെ അതിനുശേഷം വന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുൻകാല പ്രവാചകന്മാർ പഠിപ്പിച്ച അല്ലെങ്കിൽ തൗറാത്തിൽ പറയപ്പെട്ടതുപോലെ അല്ലെങ്കിൽ മൂസാ നബി ചെയ്തതുപോലെ ഉള്ള അതേ കാര്യങ്ങൾ ചെയ്താൽ പോലും ക്രൈസ്തവ ലോകത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അല്ലേ തന്നെ മോശയോട് താല്പര്യമില്ല. അപ്പോൾ അതേപോലെ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുമ്പിൽ അവതരിപ്പിച്ചാലും അവരുടെ ഉള്ളിൽ അപ്പോഴും ഒരു അസ്വീകാര്യത തന്നെയാണ് നിലനിൽക്കുന്നത്. ഈ ഒരു സാഹചര്യം നമ്മൾ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് നിങ്ങളുടെ ബൈബിളിൻ്റെ ഭാഗത്ത് തന്നെയുള്ള ഈ പ്രവാചകന്മാരെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല എങ്കിൽ ആ പ്രവാചകന്മാരെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ച ദൈവത്തെ നിങ്ങൾ എങ്ങനെ അംഗീകരിക്കുന്നു? ആ ദൈവം പരിശുദ്ധനാണെന്നും വിശുദ്ധനായ ഞാൻ നിങ്ങളുടെ ഇടയിൽ താമസിക്കേണ്ടതിന് നിങ്ങളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി നൽകുന്ന നിയമം എന്നൊക്കെ പറയുന്ന ആ ഭാഗത്തെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഇതൊക്കെ പറഞ്ഞപ്പോഴും ക്രൈസ്തവ ലോകം കല്ലുപോലെ നിന്നുകൊണ്ട് അതിനെയൊക്കെ അംഗീകരിക്കാതെ അതൊക്കെ പഴയ കാര്യങ്ങളാണ്, യേശുക്രിസ്തു അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, അവർ യേശുവിനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് തെറ്റായ ഒരു പഠനവുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമം നടത്തി. ഈ സമയത്ത് ഈ വിഷയങ്ങൾ ഗൗരവമായി ഇവർ ചിന്തിക്കേണ്ടതിന് നമ്മൾ ഇവരോട് ചോദിച്ചു, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ആ യഹോവയുടെ അത്ര വലിയ മതിപ്പില്ലെങ്കിൽ ആ യഹോവ തന്നെയല്ലേ യേശുവായിട്ട് വന്നത്? അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് യേശു യഥാർത്ഥത്തിൽ യഹോവയായിരുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ ആ യഹോവയായിരുന്ന അവസ്ഥയിൽ യേശു ക്രിസ്തു ഈ മോശമായ കാര്യങ്ങൾ ചെയ്തു എന്നാണോ നിങ്ങൾ മനസ്സിലാക്കുന്നത്? ഈ ഒരു ചോദ്യം അല്ലെങ്കിൽ പഴയ നിയമത്തിലെ കാര്യങ്ങൾ യേശുവിലേക്ക് വന്നപ്പോഴാണ് ക്രൈസ്തവ ലോകം യഥാർത്ഥത്തിൽ ഇപ്പോൾ അതിനെക്കുറിച്ച് കാര്യമായി ചിന്തിക്കാൻ തന്നെ തുടങ്ങുന്നത്. അപ്പോൾ ചില ആളുകൾ വന്നിട്ട് പറഞ്ഞു, ആ യഹോവ എന്ന് പറഞ്ഞത് യേശു അല്ല, നേരെ മറിച്ച് പിതാവാണെന്ന് പാസ്റ്റർ അനിൽക്കുടത്തോട്ട് ഒന്ന് പറഞ്ഞു നോക്കി. അത് ക്രൈസ്തവ ലോകത്ത് തന്നെ ധാരാളം ആളുകൾക്ക് മുറുമുറുപ്പുണ്ടാക്കി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യഹോവ യേശു ആണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ധാരാളം സംവാദങ്ങൾ നടത്തി അവരുടെ ഇടയിൽ തന്നെയുള്ള വ്യത്യസ്ത ഗ്രൂപ്പുകളുമായി പൊരുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് തന്നെ ഒരാൾ യഹോവ എന്ന് പറഞ്ഞാൽ
യേശു അല്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇതുവരെ പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളെ തകിടം മറിക്കുന്ന രീതിയിലാണ് പറയുന്നത്. ഇതിനെ ചോദ്യം ചെയ്യണമെന്ന് ധാരാളം ആളുകൾക്ക്, സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്ന ധാരാളം ആളുകൾക്ക് ആഗ്രഹമുണ്ട് എന്ന് അവർ പേഴ്സണലായിട്ട് എന്നോട് സംസാരിച്ചെങ്കിലും അവരുടെ കൂട്ടത്തിലെ പ്രധാനിയായിട്ടുള്ള ഒരാൾ ഇത്രയും വലിയൊരു ഭീമമായ അബദ്ധം ആദ്യം പറഞ്ഞു വെച്ച സ്ഥിതിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ അവർ മിണ്ടാതിരിക്കുകയാണ്. ഞാൻ ധാരാളം പോസ്റ്റുകളോട് അവരോട് ഈ കാര്യങ്ങൾ ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നെങ്കിലും എല്ലാവരും സൈലൻ്റായിട്ട് ഇരിക്കുകയാണ്. കാരണം ഈസ കുറേ ചോദിച്ചിട്ട് ഈസ പൊക്കോളും, ആ സമയത്ത് പിന്നെയും പഴയതുപോലെ തന്നെ ഈ വിഷയങ്ങളൊന്നും അറിയാത്ത മട്ടിൽ പഴയ പോലെ സുവിശേഷ പ്രവർത്തനം നടത്താമെന്നുള്ള വലിയൊരു വ്യാമോഹത്തിലാണ് അവരിപ്പോഴും മുന്നോട്ട് പോകുന്നത്. എന്ന് വെച്ചാൽ പഴയ നിയമത്തിൽ ഈ കാര്യങ്ങളെ എങ്ങനെ വ്യാഖ്യാനിക്കണമെന്നോ അല്ലെങ്കിൽ ഇതിനെ ഏത് രീതിയിലാണ് ന്യായീകരിക്കേണ്ടതെന്നോ, ഇനി അങ്ങനെയൊക്കെ ന്യായീകരിച്ചാൽ നമ്മൾ ഇതുവരെ പ്രസംഗിച്ചു വന്ന യേശുവിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറിപ്പോവുകയില്ലേ, നമുക്ക് അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഇസ്ലാമിനെ വിമർശിക്കാൻ കഴിയുമെന്ന് വരെ ചിന്തിച്ച് വളരെ ആകുലതകളാണ് ക്രൈസ്തവ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ തുടർച്ചയായി നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം വളരെയധികം ഗൗരവമുള്ള വിഷയമാണ്. കാരണം മഹാനായ യേശുക്രിസ്തു അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് ഒരിക്കലും ന്യായപ്രമാണത്തിന് വിരുദ്ധമായ യാതൊരു കാര്യവും പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ശേഷവും അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷവും അദ്ദേഹത്തിൻ്റെ അനുയായികൾ, നമ്മൾ സഹാബാക്കളെന്നും അല്ലെങ്കിൽ ഹവാരികളെന്നും പറയുന്നത് പോലെ അവർ അപ്പോസ്തലന്മാരെന്നും അവരുടെ അനുയായികളെന്നും വിളിക്കുന്ന ആ വലിയ ഒരു സംഘം, ആ സംഘം യേശുവിൻ്റെ വിയോഗത്തിന് 30 വർഷത്തിന് ശേഷവും അവർ ന്യായപ്രമാണം അനുസരിച്ചിരുന്നു എന്നും അതിന് വിരുദ്ധമായി പഠിപ്പിച്ച പൗലോസിനെ അവർ അംഗീകരിച്ചിരുന്നില്ല എന്നുള്ള വളരെ കാതലായ, വളരെ ഗൗരവമായ ഒരു വിഷയത്തിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കൂടുതൽ തെളിവുകളിലേക്ക് പോകുന്നില്ല, പൗലോസിൻ്റെ അധ്യാപനങ്ങളിലേക്ക് പോകുന്നില്ല, അദ്ദേഹവും അപ്പോസ്തലന്മാരും തമ്മിൽ നടന്നിട്ടുള്ള പ്രശ്നങ്ങൾ അതിൻ്റെ ഒരു തുടക്കം മുതൽ അവസാനം വരെ പറയുക എന്നതിനേക്കാളുപരി ഞാൻ ഇന്ന് അവർ തമ്മിൽ നടന്ന ഏറ്റവും അവസാനം നടന്ന പ്രശ്നത്തെ നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ പഠനത്തിന് ഈ വിഷയത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മഹാനായ യേശുക്രിസ്തുവിൻ്റെ ഉദ്ധരണിയായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം റിപ്പോർട്ട് ചെയ്ത മത്തായി, അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലെ 5-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ ഇങ്ങനെ കാണാം: ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്, നീക്കുവാനല്ല നിവർത്തിപ്പാൻ അത്രേ ഞാൻ വന്നത്. സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവർത്തിയാകോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല. ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകളിൽ ഒന്ന് അഴിക്കുകയും മനുഷ്യരെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനെന്ന് വിളിക്കപ്പെടും. അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനോ സ്വർഗരാജ്യത്തിൽ വലിയവനെന്ന് വിളിക്കപ്പെടും. ഈ വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും, യേശുക്രിസ്തു അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറയുകയാണ്, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കുവാൻ ഞാൻ വന്നിട്ടില്ല എന്ന് വെച്ചാൽ അദ്ദേഹം അഭിസംബോധന ചെയ്യുന്ന ആ യഹൂദ ജനത്തിന് അവർക്ക് മോശപ്രവാചകരോട് നൽകപ്പെട്ട നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളെ ഒന്നും തന്നെ ഞാൻ മാറ്റുവാനല്ല വന്നത്, അത് നിവർത്തിക്കുവാനാണ് ഞാൻ വന്നത്. എന്നിട്ട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുവോളം അത് നീങ്ങിപ്പോകുകയില്ലെന്ന് മാത്രമല്ല, ആ കൽപ്പനകൾ ഏറ്റവും ചെറിയൊരു കൽപ്പന ഒരാൾ അഴിച്ചു കളഞ്ഞ് അല്ലെങ്കിൽ അത് ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ അവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനെന്ന് വിളിക്കപ്പെടും. ആരെങ്കിലും അത് അനുഷ്ഠിക്കാൻ പറഞ്ഞാൽ അവൻ വലിയവനെന്ന് വിളിക്കപ്പെടും എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ദൗത്യത്തിൽ അദ്ദേഹം ഈ ന്യായപ്രമാണം നീക്കാൻ വേണ്ടി അല്ല വന്നത്, അല്ലെങ്കിൽ ഈ നിയമങ്ങളൊന്നും തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി അല്ല വന്നത് എന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുകയാണ്. എന്നാൽ ഈ വാക്യത്തിനെ തന്നെ അടിസ്ഥാനമാക്കി യേശുക്രിസ്തു ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കുവാനല്ല നിവർത്തിക്കുവാനാണ്. എന്ന് വെച്ചാൽ ഈ നിവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കുവാനാണ് വന്നത് എന്നുള്ള അർത്ഥമാണ് ക്രൈസ്തവ ലോകം ഇന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിനിവരെ പ്രേരിപ്പിച്ചിരിക്കുന്നത് എന്താണെന്ന് നമ്മൾ ചോദിച്ചാൽ, ബൈബിളിലെ നമ്മൾ പുതിയ നിയമ ഭാഗങ്ങൾ നോക്കിയാൽ ആദ്യത്തെ ഒരു 4 പുസ്തകം, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്ന് പറയുന്ന ഈ 4 പുസ്തകം യേശുക്രിസ്തുവിൻ്റെ സീറ അല്ലെങ്കിൽ ബയോഗ്രഫി എഴുതിയിരിക്കുന്ന 4 പുസ്തകങ്ങൾ. പിന്നീട് യേശുക്രിസ്തുവിൻ്റെ അനുയായികളുടെ ചരിത്രങ്ങൾ പറയുന്ന ഈ ഹയാത്ത് സഹാബ പോലെ അല്ലെങ്കിൽ അപ്പോസ്തലന്മാരുടെ ചരിത്രം എഴുതിയിരിക്കുന്ന ഒരു പുസ്തകം. അതിനുശേഷം ക്രൈസ്തവ ലോകം അപ്പോസ്തലനായി കാണുന്ന പൗലോസിൻ്റെ 14 ലേഖനങ്ങൾ. ഈ ലേഖനങ്ങളോട് നമ്മൾ വായിച്ചു പോകുമ്പോൾ പൗലോസിൻ്റെ അധ്യാപനത്തിൽ ഉടനീളം കാണുന്ന ഒരു കാര്യമാണ്, യേശുക്രിസ്തു വന്നത് തന്നെ കുരിശിൽ മരിച്ചുകൊണ്ട് ഈ ന്യായപ്രമാണം കൊണ്ട് രക്ഷപ്പെടാൻ കഴിയാതിരുന്ന ആളുകൾക്ക് അത് ഒഴിവാക്കി കൊടുക്കാനാണ് എന്നുള്ള മട്ടിലാണ് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത്. ക്രൈസ്തവ ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മത്തായിലുള്ള യേശുവിൻ്റെ വാക്യത്തിനും അതേപോലെ തന്നെ അതിനുശേഷം വരുന്ന പൗലോസിൻ്റെ വാക്യത്തിനും ഒരേ ദർജ അല്ലെങ്കിൽ ഒരേ അവസ്ഥ കൊടുക്കുന്നത് കൊണ്ട് രണ്ടും അവർക്ക് സ്വീകാര്യമായതുകൊണ്ട് യേശുക്രിസ്തു ഈ പറഞ്ഞ കാര്യത്തിനെ പൗലോസിൻ്റെ ഈ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിക്കുകയും യേശുക്രിസ്തു പഠിപ്പിച്ചത് തന്നെയാണ് പൗലോസ് വ്യാഖ്യാനിച്ചതെന്ന് വിലയിരുത്തുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും യേശുക്രിസ്തു ന്യായപ്രമാണത്തെ നീക്കുവാനല്ല നിവർത്തിക്കുവാനാണ് വന്നത് എന്നതിൻ്റെ അർത്ഥം യേശുക്രിസ്തു ന്യായപ്രമാണത്തെ മാറ്റുവാനാണ് എന്ന് ചിന്തിക്കുകയാണ് അവർ ചെയ്യുന്നത്. ഇവിടെ പൗലോസിൻ്റെ വ്യാഖ്യാനം സ്വീകരിച്ചുകൊണ്ട് മോശയുടെ നിയമങ്ങളിൽ നിന്നെല്ലാം മാറി നിൽക്കാനുള്ള ക്രൈസ്തവരുടെ ഈ തീരുമാനം ശരിയാണോ
അല്ലെങ്കിൽ പൗലോസിൻ്റെ ഈ ഉപദേശങ്ങൾ ക്രൈസ്തവ ലോകം ഏറ്റെടുക്കേണ്ടതുണ്ടായിരുന്നോ എന്ന വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇവിടെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ അപ്പോസ്തലന്മാരുടെ ചരിത്രം വിവരിക്കുന്ന ഒരു പുസ്തകം, അപ്പോസ്തല പ്രവർത്തികൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ അത് എഴുതിയിരിക്കുന്നത് പൗലോസിൻ്റെ അനുയായിയായിട്ടുള്ള ലൂക്കോസാണ്. ആ പുസ്തകത്തിലെ 21-ാം അധ്യായത്തിൽ ഈ പൗലോസ് ലീഹയും യേശുവിൻ്റെ യഥാർത്ഥ അപ്പോസ്തലന്മാരും തമ്മിൽ നടത്തുന്ന ഒരു ചർച്ച നമുക്കവിടെ ഇങ്ങനെ കാണാം. ഈ വാക്യം നമ്മൾ വായിക്കുന്നതിന് മുമ്പ് ഇത് ഏത് കാലഘട്ടമാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. യേശുക്രിസ്തുവിൻ്റെ വിയോഗം നടന്നതിന് ശേഷം ഏതാണ്ട് 28-29 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സംഭവം നടക്കുന്നത്. ഈ സംഭവം നടക്കുന്നത് യേശുവിൻ്റെ ശിഷ്യന്മാരുടെ കേന്ദ്രമായിട്ടുള്ള ജെറുസലേമിലാണ്. പൗലോസിൻ്റെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് ജെറുസലേം അല്ല. അദ്ദേഹം പ്രവർത്തിച്ചത് ഈ ഏഷ്യ മൈനറായിട്ടുള്ള ആ നാടുകളിലാണ്. അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തി അദ്ദേഹത്തിൻ്റെ ഇന്ന് ബൈബിളിൽ ഇന്ന് ക്രൈസ്തവ ലോകം ദൈവവചനമായി സ്വീകരിച്ചിരിക്കുന്ന പുസ്തകങ്ങളിൽ 4 പുസ്തകം ഒഴിച്ച് ബാക്കിയെല്ലാം എഴുതി കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സഭകളെല്ലാം സ്ഥാപിച്ചു. നമുക്ക് ബൈബിളിൽ കാണാമല്ലോ, പുതിയ നിയമത്തിലെ പുസ്തകങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ ഗലാത്യ ലേഖനം, റോമ ലേഖനം, എഫെസ്യ ലേഖനം, കൊലോസ്യ ലേഖനം എന്നൊക്കെ പറഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ ഓരോ ചർച്ചുകളാണ്. അദ്ദേഹം സ്ഥാപിച്ച ഓരോ ചർച്ചുകൾ, ആ ചർച്ചുകളിലേക്ക് അദ്ദേഹം എഴുതിയ ഓരോ എഴുത്തുകളാണ് ആ സഭയുടെ പേരിൽ അറിയപ്പെടുന്നത്. എന്ന് വെച്ചാൽ ഞാൻ ഇവിടെ നിന്ന് പത്തനംതിട്ടയ്ക്ക് എഴുതി, പെരുമ്പാവൂർക്ക് എഴുതി, ഞാൻ കോട്ടയത്തിന് എഴുതി, എൻ്റെ കാലശേഷം ആ പുസ്തകത്തിനെ കോട്ടയം, പെരുമ്പാവൂർ എന്നൊക്കെ വിളിക്കുന്നത് പോലെ പൗലോസ് ലീഹ സ്ഥാപിച്ച സഭകളിലേക്ക് അദ്ദേഹം എഴുതിയ ഓരോ എഴുത്തുകളാണ് ഈ പറയപ്പെടുന്ന പുതിയ നിയമത്തിൽ നമ്മൾ ആ ഇൻഡെക്സ് നോക്കിയാൽ കാണുന്ന ആ പുസ്തകങ്ങൾ. ആ സഭകളെല്ലാം സ്ഥാപിച്ച് ഏതാണ്ട് ഒട്ടുമിക്ക ലേഖനങ്ങളും പൂർത്തിയാക്കിയതിന് ശേഷം ഏറ്റവും അവസാനം പൗലോസ് ലീഹ യേശുവിൻ്റെ യഥാർത്ഥ അപ്പോസ്തലന്മാരുടെ പ്രവർത്തന മേഖലയായിട്ടുള്ള, അല്ലെങ്കിൽ യേശുക്രിസ്തു പ്രധാന പ്രവർത്തന മേഖലയായി തിരഞ്ഞെടുത്ത ജെറുസലേമിലേക്ക്, അഥവാ ബൈത്തുൽ മുഖദ്ദിസ്, ജെറുസലേം ദേവാലയം ഒക്കെ നിലനിൽക്കുന്ന ആ ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ നടന്ന സംഭവമാണ് ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ പൗലോസിൻ്റെ ലേഖനങ്ങളോട് നമ്മൾ മനസ്സിലാക്കുന്ന പല കാര്യങ്ങളെയും അട്ടിമറിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ആ ചിന്തയെ തന്നെ തിരുത്തുന്ന പല കാര്യങ്ങളുമാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പൗലോസിൻ്റെ ലേഖനങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ? ന്യായപ്രമാണം അനുസരിച്ച് യഹൂദ സമൂഹം രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും അവർക്കത് യഥാർത്ഥ രീതിയിൽ പാലിക്കാൻ കഴിയാത്തത് മൂലം അവരെല്ലാം പാപികളായി തീർന്നു. അവരങ്ങനെ ശാപത്തിൻ്റെ കീഴിലായി. അതിൽ നിന്നെല്ലാം രക്ഷിക്കാൻ വേണ്ടി യേശുക്രിസ്തു കുരിശിൽ കയറി മരിച്ചു. അതുകൊണ്ട് ഇനി ന്യായപ്രമാണമൊന്നും അനുസരിക്കേണ്ടതില്ല എന്ന് പൗലോസിൻ്റെ ഈ പുതിയ നിയമ ലേഖനങ്ങളിൽ എല്ലാം എഴുതിയിരിക്കെ സ്വാഭാവികമായി നമ്മൾ ധരിക്കുന്നത് എന്തായിരിക്കും? ഇദ്ദേഹം പ്രസംഗിച്ച ഇതേ കാര്യങ്ങൾ തന്നെയായിരിക്കും ജെറുസലേമിൽ അപ്പോസ്തലന്മാരും പ്രസംഗിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അവരെ സംബന്ധിച്ചോളം അവരും ന്യായപ്രമാണമില്ലാതെ ജീവിക്കുകയാണ്, ഏതുപോലെ ഇന്നത്തെ ക്രൈസ്തവർ ജീവിക്കുന്നത് പോലെ. എന്ന് വെച്ചാൽ ജെറുസലേമിലുള്ള അപ്പോസ്തലന്മാരായിക്കോട്ടെ, വേറെ നാടുകളിൽ പ്രവർത്തിക്കുന്ന പൗലോസ് ആയിക്കോട്ടെ, രണ്ടുപേരും പഠിപ്പിക്കുന്നത് ഒരു കാര്യം തന്നെ, എന്നാൽ വ്യത്യസ്ത പ്രവർത്തന മേഖല എന്ന രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ ഈ ഭാഗം വായിക്കുന്ന സമയത്ത് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിരിക്കുന്ന ആ കാര്യങ്ങൾക്ക് ഒരു പുനർചിന്ത ആവശ്യമുണ്ടോ എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെ പൗലോസിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവർ പറയുകയാണ്, സഹോദര, യഹൂദന്മാരുടെ ഇടയിൽ വിശ്വസിച്ചിരിക്കുന്നവർ എത്ര ആയിരമുണ്ട് എന്ന് നീ കാണുന്നുവല്ലോ. അവർ എല്ലാവരും ന്യായപ്രമാണ തൽപരന്മാരാകുന്നു, അല്ലെങ്കിൽ തീക്ഷ്ണതയുള്ളവരാകുന്നു. ഇവിടെ എന്താണ് പറയുന്നത്? പൗലോസിനോട് പറയുകയാണ്, ഇവിടെ യഹൂദന്മാരിൽപ്പെട്ട അനേക ആയിരങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്. വിശ്വസിക്കാത്ത യഹൂദന്മാരെ കുറിച്ചിട്ടല്ല, യേശുവിനെ അംഗീകരിക്കാത്ത യഹൂദന്മാരെ കുറിച്ചിട്ടല്ല, നേരെ മറിച്ച് യേശുവിൻ്റെയോ അപ്പോസ്തലന്മാരുടെയോ അവരുടെ അനുയായികളുടെയോ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് യേശുവിനെ മിശിഹായെ അംഗീകരിച്ച ആ യഹൂദന്മാരുണ്ടല്ലോ, അവർ യേശുവിന് ശേഷം 28 വർഷം അല്ലെങ്കിൽ 29 വർഷം കഴിയുമ്പോൾ അവർ ന്യായപ്രമാണത്തിൽ തൽപരരാണ്, അവർ തീക്ഷ്ണമായി അനുസരിക്കുന്നവരാണ്. എന്നാൽ അവർക്ക് പൗലോസിനെ കുറിച്ച് 3 കാര്യങ്ങളിൽ വിയോജിപ്പുണ്ട്. അത് ഏതൊക്കെ കാര്യങ്ങളാണ്? നമ്മുടെ മക്കളെ പരിച്ഛേദന ചെയ്യരുത് എന്നും, നമ്മുടെ മര്യാദ അനുസരിച്ച് നടക്കരുത് എന്നും നീ ജാതികളുടെ ഇടയിലുള്ള സകല യഹൂദന്മാരോടും പറഞ്ഞ് മോശയെ ഉപേക്ഷിച്ച് കളവാൻ ഉപദേശിക്കുന്നു എന്ന് അവർ നിന്നെക്കുറിച്ച് ധരിച്ചിരിക്കുന്നു. എന്താണ് ഇവിടെ പ്രശ്നം? പൗലോസിനെ കുറിച്ച് 3 കാര്യത്തിലുള്ള വിയോജിപ്പ് അവർ പറയണം. ഒന്ന്, നമ്മുടെ മക്കളെ പരിച്ഛേദന കഴിക്കണ്ട എന്ന് പറയുന്നു. അപ്പോൾ അത് പൗലോസിന് മേലൊരു കുറ്റമായിട്ടാണ് പറയുന്നത്. നമ്മുടെ പാരമ്പര്യങ്ങൾ അനുസരിക്കേണ്ട എന്ന് പറയുന്നു. അതേപോലെ മോശയുടെ ന്യായപ്രമാണം ഉപേക്ഷിച്ച് കളവാൻ നീ പറയുന്നു. എവിടെ പറയുന്നു? അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ജെറുസലേമിലല്ല, യഹൂദന്മാരുടെ ശക്തി കേന്ദ്രത്തിലല്ല, അവർ ഒന്നിച്ചു പാർക്കുന്ന സ്ഥലങ്ങളിലോ അവരുടെ പവറുള്ള സ്ഥലത്തുമല്ല, നേരെ മറിച്ച് ഒറ്റപ്പെട്ട് യഹൂദന്മാരെ താമസിക്കുന്ന പൗലോസ് പ്രവർത്തിക്കുന്ന ആ ഏഷ്യ മൈനറിലുണ്ടല്ലോ, അവിടെയൊക്കെ പോയിട്ട് അദ്ദേഹം യേശുവിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ ന്യായപ്രമാണം അനുസരിക്കേണ്ടതില്ല, അല്ലെങ്കിൽ ന്യായപ്രമാണത്തിൽ ശപിക്കപ്പെട്ട് കിടന്ന ആളുകൾക്ക് യേശുവിൻ്റെ കുരിശുമരണത്തിലൊരു രക്ഷ കിട്ടിയിരിക്കുന്നു, ഇനി ആരും ന്യായപ്രമാണം അനുസരിക്കേണ്ടതില്ല, യേശുവിൻ്റെ കുരിശുമരണത്തിൽ വിശ്വസിച്ചാൽ മതി എന്ന ഈ പൗലോസിൻ്റെ ആശയമുണ്ടല്ലോ, അതിനെക്കുറിച്ചിട്ട് അവർ പറയാണ്, നീ ജാതികളുടെ ഇടയിൽ താമസിക്കുന്ന യഹൂദന്മാരോട് പറഞ്ഞതായി ഇവർ ധരിച്ചിരിക്കുന്നു. എന്ന് വെച്ചാൽ പൗലോസിൻ്റെ ഈ പുതിയ നിയമ ലേഖനങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്ന ഈ കാര്യങ്ങളെ
ജെറുസലേമിലുള്ള യഥാർത്ഥ അപ്പോസ്തലന്മാരുടെ അനുയായികൾ വളരെ ഗൗരവമുള്ള ഒരു കുറ്റമായിട്ടാണ് രേഖപ്പെടുത്തുന്നത്. അവർ ചോദിക്കുന്നത്, നമ്മുടെ മക്കളെ പരിച്ഛേദന ചെയ്യേണ്ട എന്ന് നീ പറയുന്നു. എന്ന് വെച്ചാൽ ഈ തോറയനുസരിച്ച് ജീവിക്കുന്ന യഹൂദന്മാരുടെ മക്കളെ ചേലാകർമ്മം ചെയ്യേണ്ടതില്ല, സുന്നത്ത് ചെയ്യേണ്ടതില്ല എന്ന് നീ പറയുന്നു. ഇന്നത്തെ ക്രൈസ്തവ ലോകത്തെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാലോ, അവരെല്ലാവരും തന്നെ അഗ്രചർമ്മികളാണ്. എന്ന് വെച്ചാൽ ലിംഗത്തിൻ്റെ അറ്റത്തെ ചർമ്മം അവർ കളയാത്തവരാണ്, അവർ പരിച്ഛേദനെ പരിഹസിക്കുന്നവരാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ അവർ മോശമായ ഭാഷയിൽ മുസ്ലിങ്ങളെ കളിയാക്കാൻ വേണ്ടി അവർ പരിച്ഛേദന ഏറ്റതിൻ്റെ പേരിൽ അവരെ ആക്ഷേപിക്കുന്നവരാണ്. എന്നാൽ ഇവരുടെ ഏറ്റവും ആദ്യ തലമുറയായിട്ടുള്ള യേശുവിൻ്റെ ശിഷ്യന്മാർ, അവർ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിന് ശേഷവും 30 വർഷം കഴിഞ്ഞപ്പോഴും അവർ ന്യായപ്രമാണം അനുസരിക്കുകയും മക്കളെ പരിച്ഛേദന ചെയ്യുകയും ചെയ്തിരുന്നു. എന്ന് വെച്ചാൽ സുവിശേഷങ്ങളിൽ കാണുന്ന പോലെ യേശുക്രിസ്തുവിൻ്റെ പരിച്ഛേദന മാത്രമല്ല, യേശുവിന് ശേഷം 30 വർഷം കഴിഞ്ഞപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാരും അവരുടെ മക്കളെ പരിച്ഛേദന ചെയ്തിരുന്നു. ആ സമൂഹം, ആയിരക്കണക്കിന് വരുന്ന ആ യഹൂദ സമൂഹം പരിച്ഛേദന ഏറ്റിരുന്നു, ഇന്ന് മുസ്ലിങ്ങൾ ഏൽക്കുന്നത് പോലെ. അതേപോലെ തന്നെ അവർ ന്യായപ്രമാണം അനുസരിച്ചിരുന്നു, അവർ ഈ കൽപ്പനകളെല്ലാം പാലിച്ചിരുന്നു. അവർക്ക് ഈ വിഷയത്തിൽ വേറെ കാര്യങ്ങൾ മറ്റ് നാടുകളിലുള്ള യഹൂദന്മാരോട് പ്രബോധനം ചെയ്യുന്ന പൗലോസിനോട് അവർക്ക് വിയോജിപ്പുണ്ട്. എന്നിട്ട് തുടർന്നുകൊണ്ട് പറയുകയാണ്, ആകയാൽ നാം എന്തു ചെയ്യേണ്ടു? നീ ഇവിടെ വന്നിട്ടുണ്ട് എന്ന് അവർ കേൾക്കും നിശ്ചയം. അതുകൊണ്ട് നീ ഈ പറയുന്ന കാര്യങ്ങൾ നീ ചെയ്യണം. എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ഞങ്ങളുടെ കൂട്ടത്തിൽ നേർച്ചയുള്ള 4 ആളുകളുണ്ട്, നീ അവരെ കൂട്ടിക്കൊണ്ട് അവരുടെ കൂടെ നിന്നെ ശുദ്ധി വരുത്തി അവരുടെ തല ക്ഷൗരം ചെയ്യേണ്ടതിന് അവർക്ക് വേണ്ടി ചെലവ് വഹിക്കണം. എന്ന് വെച്ചാൽ ആ വ്രതവുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളിൽ നീയും അവരോടൊപ്പം സഹകരിച്ച് നീയും ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം. അതിന് വേണ്ട ചെലവ് നിൻ്റെ പോക്കറ്റിൽ നിന്നും എടുത്ത് ചെയ്യണം. ഇങ്ങനെ പൗലോസ് ചെയ്യുന്നത് കൊണ്ടുള്ള നേട്ടം എന്താ? ഇങ്ങനെ പൗലോസ് ചെയ്താൽ, പൗലോസിനെ കുറിച്ച് നേരത്തെ കേട്ടിട്ടുള്ള ഈ ആരോപണങ്ങളുണ്ടല്ലോ, ഏതൊക്കെ കാര്യങ്ങളാണ്? നമ്മുടെ മക്കളെ പരിച്ഛേദന കഴിക്കേണ്ടതില്ല, മോശയുടെ ന്യായപ്രമാണം ഉപേക്ഷിച്ച് കളയണം, അതേപോലെ തന്നെ നമ്മുടെ ആചാരങ്ങൾ അനുഷ്ഠിക്കേണ്ടതില്ല എന്ന് മറ്റുള്ളവരുടെ നാട്ടിൽ ന്യൂനപക്ഷമായി താമസിക്കുന്ന യഹൂദന്മാരെ ഇദ്ദേഹം ഉപദേശിച്ചിരുന്നു എന്ന് ഇവർ ധരിച്ചിട്ടുണ്ടല്ലോ. ആ കാര്യങ്ങളൊന്നും സത്യമല്ല എന്നും പൗലോസും ന്യായപ്രമാണം അനുസരിച്ചാണ് ജീവിക്കുന്നതെന്നും ഏവർക്കും ബോധ്യപ്പെടും. എന്ന് വെച്ചാൽ ഇതിൽ നിന്ന് എന്താ നമ്മൾ മനസ്സിലാകുന്നത്? യേശുക്രിസ്തുവിൻ്റെ വിയോഗശേഷം അപ്പോസ്തലന്മാരെല്ലാം ന്യായപ്രമാണം അനുസരിച്ചും നിയമങ്ങളനുസരിച്ചും മോശയുടെ കൽപ്പനകൾ അനുസരിച്ചും അവരുടെ ആരാധന അനുഷ്ഠാനങ്ങൾ മുന്നോട്ട് പോകുന്നു. ഇതിന് വിരുദ്ധമായിട്ട് ആകെ പറഞ്ഞിട്ടുള്ളത് പൗലോസാണ്. ആ പൗലോസിനെ കൊണ്ടാണ് ഇവിടെ ചെയ്യിപ്പിക്കുന്നത്. എന്തിനു വേണ്ടിയാ? നിനക്ക് ആ വാദമില്ല, നീ ഈ ന്യായപ്രമാണം അനുസരിച്ച് ക്രമമായി നടക്കുന്നവനാണ്, ഇങ്ങനെ ഒരു അഭിപ്രായമൊന്നും നിനക്കില്ല എന്ന് ഏവർക്കും ബോധ്യപ്പെടുത്താൻ. ആദ്യമേ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇവിടെ അപ്പോസ്തലന്മാർ അനുയായികൾ ചെയ്ത ഈ വ്രതം ഏതാ? നമുക്കറിയാം, അത് നാസിർ വ്രതമാണ്. സംഖ്യാപുസ്തകം എന്ന് പറയുന്ന, മോശയുടെ പുസ്തകമെന്ന് ബൈബിളിൻ്റെ ആളുകൾ പറയുന്ന സംഖ്യാപുസ്തകത്തിലെ 6-ാം അധ്യായത്തിൽ വളരെ കൃത്യമായിട്ട് ഈ നാസിർ വ്രതത്തിൻ്റെ കർമ്മങ്ങൾ വിവരിക്കുന്നുണ്ട്. ആ കർമ്മങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചു വായിച്ചാൽ കാണാം, അതിൽ പാപയാഗമുണ്ട്, അതിൽ ഹോമയാഗമുണ്ട്, അതിൽ സമാധാനയാഗമുണ്ട്, പാനീയയാഗമുണ്ട്, ഭോജനയാഗമുണ്ട്. ഇങ്ങനെയുള്ള എല്ലാവിധ യാഗങ്ങളും ബലികളും അടങ്ങിയിട്ടുള്ള ഒരു വ്രതമാണ് ഈ പറഞ്ഞ നാസിർ വ്രതം. ഈ നാസിർ വ്രതത്തിന് ഉൾപ്പെടെയുള്ള ചെലവാണ് പൗലോസിനെ കൊണ്ട് വഹിപ്പിക്കുന്നത്. എന്തിനു വേണ്ടിയാ? ഇദ്ദേഹത്തിന് ന്യായപ്രമാണമുണ്ട് എന്ന് എല്ലാവർക്കും ബോധ്യപ്പെടാൻ. ഇദ്ദേഹം അങ്ങനെ ഉപദേശിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇദ്ദേഹവും ന്യായപ്രമാണം അനുസരിച്ചാണ് ജീവിക്കുന്നതെന്ന് ഏവരെയും ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പൗലോസ് പഠിപ്പിച്ചതുപോലെ യേശുവിൻ്റെ അപ്പോസ്തലന്മാരും യേശുവിന് ശേഷം ന്യായപ്രമാണം മാറിപ്പോയിട്ടുണ്ട് എന്നാണ് പഠിപ്പിച്ചിരിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അവരാരും പൗലോസിനോട് പറയുമോ, നിനക്കങ്ങനെ ഒരു വാദമില്ല, നീ ന്യായപ്രമാണം അനുസരിച്ചാണ് ജീവിക്കുന്നതെന്ന് തെളിയിക്കണമെന്ന്? ഇല്ല, ഒരിക്കലും പറയില്ല. കാരണം എന്ന് വെച്ചാൽ അവർ ജീവിക്കുന്നത് യഹൂദന്മാരുടെ ഇടയിലാണ്. എന്നിട്ടും അവരെ സംബന്ധിച്ച് യഹൂദന്മാർക്ക് മറ്റു പരാതികളൊന്നുമില്ല. അവർ യേശുവിനെ മിശിഹയായി കാണുന്നു എന്നല്ലാതെ അവർ ന്യായപ്രമാണത്തിന് വിരുദ്ധമായി എന്തെങ്കിലും പറയുന്നതായിട്ട് അവരെക്കുറിച്ചും ഒരു ആരോപണമില്ല. ഇതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അപ്പോസ്തലന്മാരും പൗലോസുമായി നടന്നിട്ടുള്ള വിഷയങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ അടുത്ത വീഡിയോയിലൂടെ നമ്മൾ വിശദീകരിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ പൗലോസിനോട് താങ്കൾക്ക് അങ്ങനെ ഒരു വാദമില്ല എന്നിവിടെ തെളിയിക്കണമെന്ന് പറയുമ്പോൾ ഇവിടെ പ്രശ്നത്തിലാകുന്നത് യഥാർത്ഥത്തിൽ ബൈബിൾ തന്നെയാണ്. പൗലോസിനോട് അവർ പറയുകയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ ചെലവ് നീ വഹിച്ചാൽ എന്താണ് അവിടെ ബോധ്യപ്പെടുന്നത്? അപ്പോൾ നിന്നെക്കുറിച്ച് ഈ കേട്ട കാര്യങ്ങൾ സത്യമല്ല എന്ന് തെളിയും. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അതോ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ദുരാരോപണമാണോ? നമ്മൾ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും അത് ദുരാരോപണമല്ല. പൗലോസിൻ്റെ ഉപദേശത്തിൽ അതുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ റോമാലേഖനം ശ്രദ്ധിച്ചു നോക്ക്, അദ്ദേഹത്തിൻ്റെ ഗലാത്യ ലേഖനം ശ്രദ്ധിച്ചു നോക്ക്. അദ്ദേഹം അതൊക്കെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. യേശു ക്രിസ്തുവിലൂടെ ന്യായപ്രമാണം നീങ്ങിപ്പോയി. ആ ന്യായപ്രമാണം എന്ന് പറയുന്നത് യേശു ക്രിസ്തു വരെ മാത്രമായിരുന്നു, പിന്നീട് ന്യായപ്രമാണത്തിൻ്റെ ആവശ്യമില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് എഴുതിയിട്ടുണ്ട് എന്നുള്ള കാര്യം അത് വസ്തുതയാണെന്നിരിക്കെ അത് എൻ്റെ വാദമല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ ലേഖനങ്ങളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ
പിൻവലിക്കണം, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു ആശയമില്ല, ഞാൻ അങ്ങനെ പ്രസംഗിച്ചിട്ടില്ല, എനിക്കിതിന് ഉത്തരവാദിത്വമില്ല, അല്ലെങ്കിൽ ഞാൻ എഴുതിയിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ എനിക്ക് ആ വാദമില്ല എന്നാണ് പൗലോസ് അവിടെ തെളിയിക്കേണ്ടത്. ഈ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അദ്ദേഹം തെളിയിക്കേണ്ടത് ഇതാണ്. എന്നാൽ നമ്മളിന്ന് ക്രൈസ്തവ ലോകത്തെ ശ്രദ്ധിച്ചു നോക്കിയേ, അദ്ദേഹം ആ തള്ളിപ്പറഞ്ഞ ആ ആശയങ്ങളുള്ള ആ പുസ്തകങ്ങൾ ഇന്നും ക്രൈസ്തവ ലോകത്തിന് ബൈബിളിലെ ദൈവവചനമാണ്. ആരാണ് പൗലോസിനെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ആശയങ്ങളെ മാറ്റാൻ പറയുന്നത്? ആരാ? യേശു ക്രിസ്തുവിൽ നിന്ന് നേരിട്ട് മതം എന്താണെന്ന് പഠിച്ച, സുവിശേഷം എന്താണെന്ന് പഠിച്ച അപ്പോസ്തലന്മാർ. ആ സഭ നേരിട്ട് പൗലോസിനോട് പറയണം, നീ തിരുത്തണം, നിനക്കിങ്ങനെയുള്ള വാദങ്ങളുണ്ടെന്ന് ഇവിടെ കേട്ടിരിക്കുന്നു, അതുകൊണ്ട് നീ തിരുത്തി എന്ന് ഏവർക്കും ബോധ്യപ്പെടാൻ നീ എന്ത് ചെയ്യണം? ന്യായപ്രമാണത്തിലെ ഈ വ്രതങ്ങളും യാഗങ്ങളുമായിട്ടുള്ള കാര്യങ്ങൾ നീ ചെയ്യണം. ഇങ്ങനെ നീ ചെയ്യുമ്പോൾ നിന്നെക്കുറിച്ച് ഈ കേട്ട കാര്യങ്ങൾ സത്യമല്ലെന്ന് അവർക്ക് മനസ്സിലാകും. എന്ന് മാത്രമല്ല, നീ പോലും ന്യായപ്രമാണം ക്രമമായി അനുസരിക്കുന്നുവെന്ന് ഏവർക്കും ബോധ്യപ്പെടും. ഇതൊരു നിസ്സാര സംഭവമല്ല. ക്രൈസ്തവ ബൈബിളിൻ്റെ പുതിയ നിയമഭാഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള പൗലോസിൻ്റെ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയത്തെ അദ്ദേഹത്തെ കൊണ്ട് തന്നെ യേശുവിൻ്റെ യഥാർത്ഥ അപ്പോസ്തലന്മാർ ഉപേക്ഷിപ്പിക്കുന്ന കാര്യമാണ് നമ്മളിവിടെ കാണുന്നത്. എത്രയോ ഗൗരവമുള്ള വിഷയമാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ എന്തൊക്കെയായിരുന്നു? അദ്ദേഹം പറഞ്ഞു, എന്നെ മൂന്നാം സ്വർഗത്തോളം ദൈവം ഉയർത്തി, എന്നെ പർദീസയിൽ കൊണ്ടിരുത്തി, ആർക്കും ഗ്രഹിക്കാൻ കഴിയാത്ത അവാച്യമായ വചനങ്ങൾ എനിക്ക് ലഭിച്ചു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം മറ്റ് നാടുകളിൽ സമർത്ഥിച്ച ഈ ലേഖനങ്ങളെല്ലാം ശേഷം അപ്പോസ്തലന്മാർ നേരിൽ കണ്ടപ്പോൾ താങ്കൾക്ക് ഈ ആശയമില്ലാന്നും താങ്കളും ഇതിന് വിരുദ്ധമായി ന്യായപ്രമാണം അനുസരിച്ച് ജീവിക്കണമെന്നും പറഞ്ഞപ്പോൾ നമ്മൾ തുടർന്ന് കാണുന്നത് പൗലോസ് ശ്ലീഹ വളരെ ശാന്തനായി അവർ പറഞ്ഞതെല്ലാം അനുസരിച്ചുകൊണ്ട് ആ കർമ്മങ്ങളിലേക്ക് കയറുന്നതും പിന്നീട് അവിടെ വേറെ ചില സംഭവങ്ങൾ നടക്കുന്നതാണ്. അതൊക്കെ നമ്മൾ തുടർന്ന് അടുത്ത വീഡിയോകളിലൂടെ നമ്മൾ പറയും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താ? ഈ നിയമങ്ങളെല്ലാം മാറിപ്പോയി എന്ന് പറഞ്ഞ പൗലോസിനെ യഥാർത്ഥ അപ്പോസ്തലന്മാർ അവർ തമ്മിൽ കണ്ടുമുട്ടിയ ഏറ്റവും അവസാനത്തിൽ പോലും, സാധാരണ ക്രൈസ്തവർ പറയുന്നത് യേശുവിൻ്റെ കുരിശുമരണത്തിലൂടെ നിയമം മാറി എന്നാണെങ്കിൽ, യേശുവിൻ്റെ വിയോഗത്തിന് 30 വർഷം എന്ന് വെച്ചാൽ 3 പതിറ്റാണ്ട് കഴിയുമ്പോൾ പോലും ഇവർക്കാർക്കും ആ വാദമില്ലെന്ന് മാത്രമല്ല, ആ വാദം പറഞ്ഞ അല്ലെങ്കിൽ പുതിയ നിയമ ആശയം പറഞ്ഞ പൗലോസിനെ വിളിച്ചു വരുത്തി തിരുത്തിച്ച് പൗലോസിന് പോലും ആ ആശയമില്ല എന്ന് പറഞ്ഞ് വിടുന്ന ഭാഗമാണ് ഇന്ന് ബൈബിളിനകത്ത് എഴുതി വച്ചിരിക്കുന്ന രേഖകളിൽ പോലും നമ്മൾ കാണുന്നത്. അപ്പോൾ അപ്പോസ്തലന്മാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ക്രൈസ്തവരയിൽ ഇരിക്കുന്ന ഈ പുതിയ നിയമ പുസ്തകങ്ങൾ അവരംഗീകരിക്കുമോ? അവരതിനെ ദൈവവചനമായി കാണുമോ? അവർ പൗലോസിൻ്റെ അപ്പോസ്തലത്വം അംഗീകരിക്കുന്നുണ്ടോ? അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ദൈവവചനങ്ങളാണെന്ന് അവർക്ക് ബോധ്യമുണ്ടായിരുന്നെങ്കിൽ അവർ പൗലോസിനെ കൊണ്ട് തിരുത്തിക്കുമോ? അവരെന്താ പറയേണ്ടത്? അദ്ദേഹത്തിനെ ഒരു ദൈവത്തിൻ്റെ ദൂതനായിട്ടോ അല്ലെങ്കിൽ ദൈവം അദ്ദേഹത്തിന് ദൈവവചനങ്ങൾ കൊടുക്കുന്നുണ്ടെന്നോ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ചിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നതെന്നോ അവർ വിശ്വസിച്ചിരുന്നെങ്കിൽ അവർ പറയേണ്ടത് എന്താ? പൗലോസെ, നീ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? നീ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കേൾക്കാൻ തയ്യാറാണ് എന്നാണ്. നേരെ മറിച്ച് ഇവിടെ നമ്മൾ കാണുന്നത് പൗലോസെ, നീ അങ്ങനെ പറഞ്ഞിട്ടുള്ളതായിട്ട് ഇവർ കേൾക്കുന്നു, അതുകൊണ്ട് നീ തിരുത്തിക്കോ എന്ന് പറഞ്ഞ് തിരുത്തിക്കുന്നതാണ്. ഇവിടെ പൗലോസും എതിർവാദമൊന്നും പറയുന്നില്ല. എനിക്കിങ്ങനെയൊക്കെ വചനം സ്വർഗത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് കൊണ്ട് നിങ്ങളാരും പറഞ്ഞാൽ ഞാൻ കേൾക്കാൻ തയ്യാറല്ല എന്നല്ല പറഞ്ഞത്. അദ്ദേഹം തന്നെ സ്വയം അത് അനുസരിക്കുകയും അവർക്ക് വിധേയപ്പെട്ട് അവർ പറഞ്ഞതുപോലെ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നതാണ് കാണുന്നത്. ചുരുക്കത്തിൽ യേശുവിൻ്റെ നേരിട്ടുള്ള ശിഷ്യന്മാർ പോലും അംഗീകരിക്കാത്ത ഈ പൗലോസിൻ്റെ ലേഖനങ്ങളെ ദൈവവചനമായി മറ്റുള്ളവർ അംഗീകരിക്കണമെന്ന് ക്രൈസ്തവ ലോകം പ്രബോധനം ചെയ്യുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഇവിടെ കയ്യെഴുത്ത് പ്രതിയിലല്ല പ്രശ്നം. കയ്യെഴുത്ത് പ്രതിയിൽ നിന്ന് കോപ്പി എടുത്തപ്പോൾ കോമ മാറിപ്പോയി എന്നുള്ളതല്ല പ്രശ്നം. ഇവിടെ പ്രശ്നം സാക്ഷാൽ പൗലോസിൻ്റെ കയ്യെഴുത്ത് പ്രതിയല്ല. കാരണം മതഗ്രന്ഥങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഗ്രന്ഥങ്ങളുടെ പഴക്കവും അതേപോലെ മാനുസ്ക്രിപ്റ്റ് എത്രത്തോളം പഴക്കമുള്ള മാനുസ്ക്രിപ്റ്റ് കാണിക്കാമോ എന്നുള്ള ചർച്ചയ്ക്കൊന്നും ഇവിടെ പ്രസക്തിയില്ല. കാരണം പൗലോസിനെ അപ്പോസ്തലന്മാർ തള്ളിക്കളഞ്ഞാൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു മാനുസ്ക്രിപ്റ്റ് അദ്ദേഹം എഴുതിയ ആ ദിവസത്തിലെ തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യെഴുത്ത് പ്രതി തന്നെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താണ് പ്രയോജനം? കാരണം അപ്പോസ്തലന്മാർ അത് അംഗീകരിച്ചിട്ടില്ല. അത് പൗലോസിനെ കൊണ്ട് തന്നെ തിരുത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം എഴുതിയ പുസ്തകം ഇന്ന് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതല്ല പ്രശ്നം. അത് സംരക്ഷിക്കപ്പെട്ടാലും ശരി, സംരക്ഷിക്കപ്പെട്ടില്ലെങ്കിലും ശരി, പൗലോസ് ശ്ലീഹയുടെ ജീവിതകാലത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ സമകാലികരായിട്ടുള്ള, അദ്ദേഹത്തെക്കാൾ യേശുവിനോട് അടുപ്പമുള്ള യേശുവിൻ്റെ യഥാർത്ഥ ശിഷ്യന്മാരും അവരുടെ യെരുശലേം കേന്ദ്രീകരിച്ചിട്ടുള്ള വലിയ സഭയും ഈ പൗലോസിനെ അവസാന കാലത്ത് പോലും പൗലോസിനെ അപ്പോസ്തലനായിട്ടോ അല്ലെങ്കിൽ ദൈവവചനം അദ്ദേഹത്തിലൂടെ ലഭിക്കുന്നതായിട്ടോ കണ്ടില്ല എന്ന് മാത്രമല്ല, ഒരു അടിയുറച്ച ശക്തനായ, അവർ പറഞ്ഞാൽ അനുസരിക്കുന്ന ഒരു യഥാർത്ഥ വിശ്വാസിയായിട്ട് പോലും കണ്ടിട്ടില്ല എന്നല്ലേ ഈ ഭാഗങ്ങൾ മനസ്സിലാവുന്നത്. ഇനി നമ്മൾ ക്രൈസ്തവ ലോകത്തിൻ്റെ ബൈബിൾ ക്രോഡീകരണ ചരിത്രത്തിലേക്ക് പോയാൽ അവിടെ സഭാപിതാക്കന്മാരായി അറിയപ്പെടുന്നവർ മുഴുവൻ തന്നെ ഈ യഹൂദന്മാരായിട്ടുള്ള വിശ്വാസികളുടെ പിന്തുടർച്ചക്കാരല്ല. നേരെ മറിച്ച് പൗലോസിൻ്റെ ലേഖനങ്ങളോട് വളരെയധികം അറ്റാച്ച് ചെയ്ത ആളുകളാണ്. നമുക്കറിയാം അപ്പോസ്തലന്മാരുടെ പേരിൽ അറിയപ്പെടുന്ന പുസ്തകങ്ങളെക്കുറിച്ച് ധാരാളം ഡിസ്പ്യൂട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും ഒരു തരത്തിലും ഡിസ്പ്യൂട്ടില്ലാതെ ഐക്യകണ്ഠേന അവരെല്ലാവരും അംഗീകരിച്ച, ഈ സഭാപിതാക്കന്മാർ മുഴുവൻ അംഗീകരിച്ച ക്രോഡീകരണ
ഭരണകർത്താക്കൾ മുഴുവൻ അംഗീകരിച്ച പുസ്തകം ഏതാണെന്ന് ചോദിച്ചാൽ പോളൈൻ കോർപ്പസ് എന്നുള്ള അർത്ഥത്തിൽ പൗലോസിൻ്റെ 10 ലേഖനങ്ങളെയായിരുന്നു. അതായത് അപ്പോസ്തലന്മാർ സ്വീകരിക്കാത്ത ആ പുസ്തകങ്ങളെ ദൈവവചനമായി അംഗീകരിച്ച അന്ത്യോക്യ ബേസ്ഡ് ആയിട്ടുള്ള പൗലോസിൻ്റെ സഭയുടെ പിന്തുടർച്ചയാണ് നമ്മൾ ക്രൈസ്തവ ലോകത്തെ ബൈബിൾ ക്രോഡീകരണ ചരിത്രത്തിലോട്ട് പോയാൽ നമ്മൾ കാണുന്നത്. നമ്മളിങ്ങനെ കൃത്യമായിട്ട് യേശുക്രിസ്തുവിൻ്റെ യഥാർത്ഥ അപ്പോസ്തലന്മാരായിട്ടുള്ള പത്രോസും ശിഷ്യന്മാരും അടങ്ങിയിട്ടുള്ള ആ യെരുശലേം സഭ പൗലോസിനെ അവസാന കാലത്ത് പോലും അംഗീകരിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴും വളരെ ആത്മവിശ്വാസത്തോടുകൂടി ചില ആളുകൾ ശ്രദ്ധിച്ച് കേട്ടിരിക്കും. കാരണം അവർ പറയും, ഈസ എത്രയൊക്കെ ഇത് പറഞ്ഞാലും ഞങ്ങളുടെ ബൈബിളിനകത്ത് പത്രോസിൻ്റെ ഒരു ലേഖനമുണ്ട്. അദ്ദേഹത്തിൻ്റെ 2-ാം ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 15 മുതലുള്ള ഭാഗത്ത് ഈ പത്രോസ്, ഈസ പറയുന്ന ഈ യേശുവിൻ്റെ ശിഷ്യനായ പത്രോസ് തന്നെ പൗലോസിനെ കുറിച്ച് വളരെ ന്യായീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ ഭാഗം നമുക്കിങ്ങനെ കാണാം. അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളും എഴുതിയിട്ടുണ്ടല്ലോ. അവയിൽ ഗ്രഹിക്കാൻ പ്രയാസമുള്ളത് ചിലതുണ്ട്. അറിവില്ലാത്തവരും അസ്ഥിരന്മാരുമായവർ ശേഷം തിരുവെഴുത്തുകളെ പോലെ അതും തങ്ങളുടെ നാശത്തിനായി കൂട്ടിക്കളയുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ മുമ്പുകൂട്ടി അറിഞ്ഞിരിക്കൊണ്ട് അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത വിട്ട് വീണു പോകാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഇവിടെ പത്രോസിൻ്റെ ലേഖനം എന്ന പേരിൽ ഒരു പുസ്തകം ബൈബിളിലുണ്ട്. ആ പത്രോസിൻ്റെ ലേഖനത്തിൽ വളരെ എടുത്ത് പൗലോസിനെ കുറിച്ചിട്ട് പത്രോസ് പറയുകയാണ്, പത്രോസിൻ്റെ ലേഖനങ്ങളെന്ന് പറഞ്ഞാൽ അത് തിരുവചനത്തെ പോലെയാണ്. ആ തിരുവെഴുത്തുകളെ കൂട്ടിക്കളയുന്നത് പോലെ ചില ആളുകൾ ഇതിനെ കൂട്ടിക്കളയാറുണ്ട്. അതുകൊണ്ട് ആ വഞ്ചനയിലൊന്നും നിങ്ങൾ കുടുങ്ങരുത്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനത്തെ അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം സ്ഥിരത നശിച്ചു പോകരുതെന്നൊക്കെ പത്രോസ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈസ പറയുന്നത് ഞങ്ങൾക്ക് ബാധകമല്ല, പത്രോസ് ഞങ്ങൾക്കിത് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട് എന്ന് ഈ പാവങ്ങൾ പറയാറുണ്ട്. വാസ്തവത്തിൽ അല്പം ഒരു ചിന്താശക്തിയോടുകൂടി ഈ ഭാഗങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താ? ഇവിടെ വേറെ ആരോ പൗലോസിനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് പോലെയാണ് ഇവിടെ പത്രോസ് എഴുതിയിരിക്കുന്നത്. എന്നാൽ വാസ്തവത്തിൽ നമ്മൾ ബൈബിളിൽ നോക്കിക്കഴിഞ്ഞാൽ ആരാണ് പൗലോസിനെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? ഈ അപ്പോസ്തല സഭ തന്നെയാണ്. ഇതിനു മുമ്പ് മറ്റൊരു സംഭവത്തിൽ പത്രോസാണ് പൗലോസിനെതിരായിട്ട് നിൽക്കുന്നത്. ഈ അവസാന ഭാഗത്ത് എന്താ നമ്മൾ കാണുന്നത്? അപ്പോസ്തല സഭ അവരുടെ ഇജ്മ, അവരുടെ മുഴുവൻ ആളുകളെ കൂടിയാണ് പൗലോസിനെതിരായിട്ട് പൗലോസിൻ്റെ ആശയത്തെ തിരുത്തിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഏതാണ്ട് ക്രിസ്താബ്ദം 59 ചെയ്ത പത്രോസും സഭയും പിന്നീട് വേറെ ആരും അറിയാതെ പത്രോസ് ഒരു എഴുതി പൗലോസിൻ്റെ ഗലാത്യയിലെ സഭയിലേക്ക് ശീലാസ് എന്ന് പറഞ്ഞ ഒരാൾ വഴി കൊടുത്തുവിട്ടു. ആ എഴുത്തിനകത്ത് പൗലോസ് കുഴപ്പമൊന്നുമില്ല, വേറെ ആരും പൗലോസിനെ തെറ്റിപ്പിക്കല്ലേ, വേറെ ആരും പൗലോസിനെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കുന്ന പേരിൽ വഞ്ചിക്കപ്പെട്ടു പോകരുത് എന്ന് അദ്ദേഹം എഴുതുമോ? പരസ്യമായി പൗലോസിനെ കൊണ്ട് തിരുത്തിച്ച ആ പത്രോസ് പിന്നീട് രഹസ്യമായി ഇദ്ദേഹത്തിനെ അങ്ങനെ വളരെ അംഗീകരിച്ചുകൊണ്ട് ഒരു ലെറ്റർ കൊടുത്തു എന്നാണ് ഈ പാവങ്ങൾ ധരിക്കുന്നത്. അതുകൊണ്ട് ഈ വിഷയം കൂടി ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലൊന്ന് പെടുത്തുകയാണ്. നിങ്ങൾ കത്തോലിക്ക ബൈബിൾ എടുക്കുക. ആ ബൈബിളിൻ്റെ അവസാനം നിങ്ങൾ കാലസൂചി കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് നോക്കിയാലും കാണാം പത്രോസിൻ്റെയും പൗലോസിൻ്റെ രക്തസാക്ഷിത്വം എഴുതിയിരിക്കുന്നത് 64-67 കാലഘട്ടങ്ങളിലാണെങ്കിൽ പത്രോസിൻ്റെ ഈ ലേഖനം കാണുന്നത് 80കളിലാണ്. എന്ന് മാത്രമല്ല, ഞാൻ മുമ്പ് നിങ്ങൾക്ക് വായിച്ചു തന്നിട്ടുള്ളതുപോലെ ന്യൂ ജെറോം ബിബ്ലിക്കൽ കമൻട്രി ആധികാരികമായിട്ട് കത്തോലിക്ക സമൂഹം ഇറക്കുന്ന അവരുടെ ബൈബിൾ കമൻട്രിയാണ്. ആ കമൻട്രിയിൽ ഇങ്ങനെ കാണാം, പത്രോസ് ലേഖനത്തെക്കുറിച്ച് അവർ പറയുന്നത് ഇങ്ങനെയാണ്: എ റെസ്പെക്റ്റബിൾ സ്കോളർലി മൈനോറിറ്റി ആട്രിബ്യൂട്ട്സ് കോമ്പോസിഷൻ പീറ്റർ. ന്യൂനപക്ഷമായ ചില ആളുകൾ ഇത് പത്രോസാണ് എഴുതിയതെന്ന് പറയുന്നു. ബട്ട് ദ മെജോറിറ്റി ഓപ്റ്റ് ഫോർ ദ 80s. പക്ഷേ ഭൂരിപക്ഷം ആളുകളും പറയുന്നത് ഇത് 80കളിൽ എഴുതിയെന്നാണ്. എ വെനറേഷൻ ഫോർ ബോത്ത് പീറ്റർ ആൻഡ് പോൾ. പത്രോസിനെയും പൗലോസിനെയും സ്നേഹിക്കുന്ന ആളുകൾ who died in Rome in the 60s. 60കളിൽ മരിച്ച പത്രോസിനെയും പൗലോസിനെ കുറിച്ച് might explain why the Roman Church would write in Peter's name a letter with affinities to Paul's theology. ഇവിടെ അവർ പറയുകയാണ്, യഥാർത്ഥത്തിൽ ഈ എഴുതിയത് ഇത് റോമൻ സഭ തന്നെ എഴുതിയതാണ്. ആരെക്കുറിച്ച്? പത്രോസ് പൗലോസിനെ എതിർത്ത് പറഞ്ഞിരിക്കുന്ന ബൈബിളിൽ കിടക്കുന്ന ആ ഭാഗങ്ങളെ ഒതുക്കുന്നതിന് വേണ്ടി, അല്ല എങ്കിൽ അതിൻ്റെ ഗൗരവം ഇല്ലാതാക്കുന്നതിന് വേണ്ടി സഭ തന്നെ പത്രോസിൻ്റെ പേരിൽ ഒരു ലേഖനം എഴുതി അത് വിജാതീയ സഭകൾക്ക് കൊടുക്കുകയായിരുന്നു. അതൊക്കെ വിശദീകരിച്ചുകൊണ്ട് അടുത്ത വീഡിയോകൾ നമ്മൾ പറയുന്നുണ്ട്. ഏതായാലും തുടർന്ന് വരുന്ന വീഡിയോകളിൽ വളരെ കൃത്യമായിട്ട് പൗലോസിൻ്റെ ആശയം എന്തായിരുന്നു, അദ്ദേഹത്തിൻ്റെ ചരിത്രം എഴുതിയ ലൂക്കോസ് സത്യസന്ധമായി ചരിത്രത്തെ എഴുതിയിട്ടുണ്ടോ, പൗലോസിൻ്റെ ആശയങ്ങൾ അപ്പോസ്തലന്മാർ സ്വീകരിച്ചോ, പൗലോസിൻ്റെ അപ്പോസ്തലന്മാരുടെ ചരിത്രം എങ്ങനെയാണ്, ഗലാത്യ ലേഖനം എഴുതാനുണ്ടായിരുന്ന പശ്ചാത്തലം എന്തായിരുന്നു എന്ന് വളരെ വിശദമായി സമയമെടുത്ത് ഓരോരോ വീഡിയോകളായിട്ട് നമ്മൾ അത് പുറത്തിറക്കുന്നതായിരിക്കും. ഇത് എല്ലാവരും ശ്രദ്ധയോടെ കാണുക. ഇതൊരു പഠന വിഷയമായിട്ട് കാണുക. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്ത് യഹൂദന്മാർക്ക് ന്യായപ്രമാണം മാറി എന്നുള്ള
പൗലോസിൻ്റെ കാഴ്ചപ്പാടുകളെ ബേസ് ചെയ്തിട്ടാണ്. വിജാതീയരുമായി ബന്ധപ്പെട്ട വിഷയം നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടില്ല, അത് നമ്മൾ ചർച്ച ചെയ്യും. ആദ്യം യഹൂദന്മാരുമായി ബന്ധപ്പെട്ട വിഷയം കഴിഞ്ഞു കഴിഞ്ഞാൽ വിജാതികർക്ക് ന്യായപ്രമാണം മാറിപ്പോയെന്നുള്ള ക്രൈസ്തവ വീക്ഷണവും കൂലങ്കഷമായി നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാക്കും. ഇവിടെ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ശ്രോതാക്കളോട് എനിക്ക് പറയാനുള്ളത്, ഈ വിഷയം ക്രൈസ്തവ ലോകവുമായി ബന്ധപ്പെട്ട ചർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത്, മുൻകാല പ്രവാചകന്മാർക്ക് നൽകിയതുപോലെ മതം എന്ന് പറഞ്ഞാൽ കുറച്ച് പള്ളിക്കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ആരാധനാ വിഷയങ്ങൾ മാത്രമല്ല, അത് സമസ്ത മേഖലയിലേക്കുമുള്ള ഒരു മാർഗനിർദ്ദേശമായിരിക്കും. അതിനകത്ത് മതപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, ആചാരങ്ങളുണ്ടാവും, അനുഷ്ഠാനങ്ങളുണ്ടാവും, അതേപോലെ വ്യക്തിപരമായ ജീവിതത്തിലെ ധാർമ്മികതകൾ ചർച്ച ചെയ്തിട്ടുണ്ടാവും. അത് മുന്നോട്ട് പോയാൽ അതൊരു സമൂഹമായി നിന്നാൽ ആ സമൂഹം ഏത് രീതിയിലാണ് നയിക്കപ്പെടേണ്ടതുണ്ടാവും. അതൊരു രാജ്യമായി ഒരു സ്റ്റേറ്റായിട്ട് മാറിയാൽ ആ സ്റ്റേറ്റ് എങ്ങനെ ഭരിക്കപ്പെടണമെന്നുണ്ടാവും. ആ സ്റ്റേറ്റ് അങ്ങനെ ഭരിച്ചു പോകുമ്പോൾ ശത്രുക്കൾ അവരെ ആക്രമിക്കാൻ വന്നാൽ, അല്ല എങ്കിൽ ഇവരുടെ നാശത്തിന് വേണ്ടി അവർ ശ്രമിച്ചാൽ എന്താണ് ചെയ്യേണ്ടതെന്നുണ്ടാവും. അതേപോലെ അവിടെ ഒരു ജുഡീഷ്യറി ഉണ്ടാവും. അതേപോലെ എല്ലാ സംവിധാനങ്ങളും അടങ്ങുന്ന പൂർണ്ണമായിട്ടുള്ള ഒരു ജീവിത പദ്ധതിയാണ് ദൈവത്തിൽ നിന്നുള്ള മതം, അല്ല എങ്കിൽ നമ്മൾ ദീന എന്ന് പറയുന്നത്. എന്നാൽ ഇത് യഹൂദ മതത്തിൽ നമുക്ക് കാണാം. എന്നാൽ ഇന്നത് ക്രിസ്തു മതത്തിൽ കാണാത്തത് യഥാർത്ഥത്തിൽ അത് യേശു പഠിപ്പിക്കാത്തത് കൊണ്ടല്ല. യേശു ക്രിസ്തു തോറയിൽ അധിഷ്ഠിതമായി നിന്നുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സുവിശേഷ പ്രഘോഷണം നടത്തിയത്. എന്നാൽ ആ യേശുവിനെ അതിൽ നിന്നെടുത്ത് മാറ്റി യേശു ക്രിസ്തുവിന്റെ ന്യായപ്രമാണം മാറി എന്ന പൗലോസിൻ്റെ ആശയത്തെ സ്വീകരിച്ചുകൊണ്ട് ന്യായപ്രമാണത്തിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ട് യേശുവിൻ്റെ വാക്കുകൾക്ക് വേറെ അർത്ഥം കൊടുത്തപ്പോൾ യഥാർത്ഥത്തിൽ ക്രൈസ്തവ ലോകത്തിന് തന്നെ യേശുവിനെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കാതെ വരികയും, എന്നിട്ട് ആ തെറ്റായ അളവുകോലുകൊണ്ട് അവർ യഹൂദ മതത്തിനെയും അതേപോലെ ഇസ്ലാമിനെയും മറ്റു കാര്യങ്ങളെയൊക്കെ ശ്രദ്ധിക്കുമ്പോൾ അവർക്ക് അതിനെക്കുറിച്ചൊക്കെ വിമർശനം തോന്നുകയുമാണ് ചെയ്യുന്നത്. ഇവിടെ ക്രൈസ്തവരുമായി ബന്ധപ്പെട്ട ഈ വിഷയം ചർച്ച ചെയ്യുമ്പോഴും നമുക്ക് ഈ ആശയം അവർ കേൾക്കുക എന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അവരെ ആക്ഷേപിക്കാനോ അവരെ വിമർശിക്കുകയോ ഒന്നുമല്ല നമ്മുടെ ലക്ഷ്യം. അവർക്കും ഇത് മനസ്സിലാകണം. അപ്പോസ്തലന്മാരും പൗലോസും അവർ എങ്ങനെയാണ് അവരുടെ കാലഘട്ടങ്ങളിൽ നടന്ന സംഭവങ്ങൾ എന്താണെന്ന് അവർ വേർതിരിച്ചറിയണം. ഇതിൽ നമുക്ക് പൗലോസിൻ്റെ കൂടെയാണോ നിൽക്കേണ്ടത്, അതല്ല അപ്പോസ്തലന്മാരുടെ കൂടെയാണോ നിൽക്കേണ്ടത്, അതല്ല ഇവർ രണ്ടുപേരും ഒരുമിച്ച് പോയി എന്ന സഭയുടെ അധ്യാപനമാണോ ശരി എന്നുള്ളത് കൃത്യമായി നിങ്ങൾ വിലയിരുത്തുകയും പഠിക്കുകയും അതിനനുസൃതമായ ഉചിതമായ ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്യണമെന്ന് വളരെ സ്നേഹത്തോടുകൂടി നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.